വൈദികരുടെ പ്രതികരണമാണ് കേൾക്കുന്നത്. ഷൈജു ആന്റണി തുടരുന്നുണ്ട്. ഷൈജു ആന്റണി, ജോസഫ് പാംബ്ലാനിയുടെ ആദ്യത്തെ നയതന്ത്ര നീക്കം വ്യക്തമായി കഴിഞ്ഞു. ഒന്ന്, മാർപ്പാപ്പയുടെ തീരുമാനത്തിൽ ഒരു പുനഃപരിശോധനയില്ല, അതിൽ തർക്കമില്ല അദ്ദേഹം പറയുന്നു. ഒപ്പം ഈ വൈദികർക്കെതിരായ നടപടി അടക്കമുള്ള വിഷയങ്ങളിൽ അദ്ദേഹം ആലോചിച്ച ശേഷം മറുപടി പറയാമെന്നാണ്. താങ്കൾ എങ്ങനെയാണ് ഈ ആദ്യ പ്രതികരണം അദ്ദേഹത്തിന്റെ ഈ നീക്കത്തോട് പ്രതികരിക്കുന്നത്? ഒന്നാമത്തെ കാര്യം, അദ്ദേഹത്തിനും അദ്ദേഹത്തിന്റെ ബിഷപ്പുമാർക്കുമെല്ലാം എറണാകുളം അങ്കമാലി അതിരൂപതയിലെ ഈ സ്ഫോടനാത്മകമായ സ്ഥിതിവിശേഷം എന്താണെന്ന് ഈ സിനഡിന് മുമ്പേ ഇവരെല്ലാം ഞങ്ങൾ വ്യക്തിപരമായി അറിയിച്ചതാണ്. അവർക്ക് ഈ സാഹചര്യങ്ങൾ അറിയാം. ആ സാഹചര്യങ്ങൾ അറിഞ്ഞുകൊണ്ട് ഇനി ഒരു നയതന്ത്ര സമീപനം പതുക്കെ നോക്കാം, പിന്നെ നോക്കാം, അത്തരം കാര്യങ്ങൾ ഒന്നും നടക്കുകയില്ല. അടിയന്തരമായി പരിഹാരമുണ്ടാക്കേണ്ട വിഷയങ്ങളിൽ അടിയന്തരമായി പരിഹാരമുണ്ടായേ പറ്റൂ. അങ്ങനെ അല്ലാതെ ഇനി മുന്നോട്ട് പോക്ക് അസാധ്യമാണ്. അതിപ്പോ പാംബ്ലാനി പിതാവ് പറഞ്ഞാലും വേറെ ആര് പറഞ്ഞാലും അടിയന്തരമായി പരിഹാരമുണ്ടാകേണ്ട വിഷയങ്ങളിൽ അടിയന്തരമായി തന്നെ പരിഹാരം ഉണ്ടാവണം. അതിന് പഠിക്കാം, നാളെ നോക്കാം, പിന്നെ നോക്കാം, അത്തരം പരിപാടികളൊന്നും നടക്കുന്ന ഒരു സാഹചര്യം ഇന്ന് നിലവിലില്ല. അതുകൊണ്ട് ആ കാര്യങ്ങളിൽ ഇത്തരം നമ്മൾ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ജില്ലാ കളക്ടറുമായി ചർച്ച ചെയ്യണമെങ്കിൽ മെത്രാപ്പോലിത്തൻ വികാരിയുടെ പ്രസൻസ് ഉണ്ടാവണം. അതിരൂപതയുടെ പ്രതിനിധിയെ വെച്ചൊന്നും ജില്ലാ കളക്ടറുമായിട്ട് ഞങ്ങൾ ചർച്ച ചെയ്യില്ല. ഈ പ്രതിനിധി എന്ന് പറയുന്ന ആള് ഇപ്പോഴത്തെ കുരിയാലാളല്ലേ, അയാളോടൊന്നും നമ്മൾ ചർച്ച ചെയ്യില്ല. ആരായാലും അയാളുമായിട്ടൊരു ചർച്ചയ്ക്കൊരു സാധ്യതയില്ല. അപ്പൊ അതുകൊണ്ട് നമ്മൾ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്, മേജർ ആർച്ച് ബിഷപ്പിന് അസൗകര്യമുണ്ടെങ്കിൽ മേജർ ആർച്ച് ബിഷപ്പ് മാൻഡേറ്റ് കൊടുത്തുവിടുന്ന ഒരു പ്രതിനിധി. പക്ഷെ മെത്രാപ്പോലിത്തൻ വികാർ പാംബ്ലാനി പിതാവ് നേരിട്ട് ഹാജരാകണം. ഹാജരാകുന്നില്ലെങ്കിൽ ഞങ്ങൾ ചർച്ചയ്ക്കില്ല, അത്രേ ഉള്ളൂ. അതായത് ഒരു വ്യക്തതയ്ക്ക് വേണ്ടി ചോദിക്കുകയാണ്, ജില്ലാ കളക്ടറുമായുള്ള ചർച്ചയ്ക്ക് ജോസഫ് പാംബ്ലാനി ബിഷപ്പ് തന്നെ നേരിട്ട് ഹാജരാവണം എന്നതാണ് നിങ്ങളുടെ നിലപാട്? ഞങ്ങൾ ഓൾറെഡി ഇന്നലെ തന്നെ അത് കളക്ടറെടുത്തും ഞങ്ങളോട് സംസാരിച്ച ആളുകളോടും എനിക്ക് തോന്നുന്നു അവിടെ ഒരു ജില്ലാ മജിസ്ട്രേറ്റ് ഉണ്ടായിരുന്നു, അദ്ദേഹത്തോടും എല്ലാം ഞങ്ങൾ വളരെ വ്യക്തമായിട്ട് ഈ കാര്യം പറഞ്ഞിട്ടുള്ളതാണ്. ഇത് ഞങ്ങൾ ചർച്ചയ്ക്കില്ല. കാരണം അതിനകത്ത് അർത്ഥമില്ല. ഞങ്ങള് ഈ കഴിഞ്ഞ കുറെ കാലയളവിനുള്ളിൽ ഒത്തിരി മണിക്കൂറുകൾ ചർച്ചയ്ക്ക് വേണ്ടി സ്പെൻഡ് ചെയ്തിട്ടുള്ള ആളുകളാണ്. എല്ലാ ചർച്ചകളും ഇനീഷ്യേറ്റ് ചെയ്തതുപോലും ഞങ്ങളാണ്. ഞങ്ങൾ അതിന് മാത്രം സമയം സ്പെൻഡ് ചെയ്ത് ഒത്തിരി ചർച്ചകൾ നടത്തിയിട്ടുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് ഇനി ചർച്ച എന്ന് പറഞ്ഞ ഒരു പ്രഹസനത്തിനൊന്നും ഞങ്ങളില്ല. തീരുമാനമെടുക്കാൻ കപ്പാസിറ്റി ഇല്ലാത്തവരുമായി ഞങ്ങൾ ചർച്ച നടത്തുകയുമില്ല. ഞങ്ങൾക്ക് അതിന്റെ ആവശ്യമില്ല. ഞങ്ങൾ ഞങ്ങളുടെ വഴിക്ക് പോകും. മാധ്യമപ്രവർത്തകർ ആവർത്തിച്ച് ചോദിച്ചിരുന്നു ജോസഫ് പാംബ്ലാനിയോട് അദ്ദേഹം ചർച്ച ആരാണ് ഹാജരാവുക എന്ന്. പക്ഷേ അദ്ദേഹം പറഞ്ഞത് അതിരൂപതയുടെ ഒരു പ്രതിനിധി ഹാജരാവുമെന്നാണ് പറഞ്ഞത്. അതിന്റെ അർത്ഥം അദ്ദേഹം ഇല്ല എന്ന് വ്യക്തമാക്കി കഴിഞ്ഞു. അദ്ദേഹം ഇല്ലെങ്കിൽ വേണ്ട ചർച്ച ഉണ്ടാവില്ല, അത്രേ ഉള്ളൂ. അതിരൂപതയുടെ ഒരു പ്രതിനിധി എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ആരും അതിരൂപതയുടെ പ്രതിനിധികളല്ലേ. പിന്നെ ആരാണ് അതിരൂപതയുടെ പ്രതിനിധി? ഞങ്ങൾ ആരും അതിരൂപതയുടെ പ്രതിനിധികളല്ലെന്നാണോ പാംബ്ലാനി പിതാവ് വിചാരിക്കുന്നത്? അങ്ങനെയൊന്നും പിതാവിന് പറയാൻ പറ്റില്ല. പിതാവിന്റെ ഒരു പ്രതിനിധി, പാംബ്ലാനി പിതാവിന്റെ ഒരു പ്രതിനിധി എന്നായിരിക്കും അദ്ദേഹം ഉദ്ദേശിച്ചത്. അതിരൂപതയുടെ ഒരു പ്രതിനിധി എന്ന് പറഞ്ഞാൽ ഞങ്ങളെല്ലാവരും അതിരൂപതയുടെ പ്രതിനിധികൾ തന്നെയാണ്. പിന്നെ പാംബ്ലാനി പിതാവ് നേരിട്ട് ഹാജരാകാത്ത ഒരു ചർച്ചയിൽ ഞങ്ങൾ പോകുന്നതിനകത്ത് അർത്ഥമില്ല. ഞങ്ങൾ എന്ത് പറഞ്ഞാലും പിതാവിനോട് ചോദിക്കാം, മറുപടി പറയാം എന്നൊക്കെ പറഞ്ഞു. ഞങ്ങൾക്ക് അങ്ങനെ ഒരു പ്രഹസനമായ ഒരു ചർച്ചയുടെ ആവശ്യം ഈ സാഹചര്യത്തിലില്ല. ഞങ്ങൾ അങ്ങനെ അത്തരം പ്രഹസനങ്ങളിൽ വിശ്വസിക്കുന്നില്ല. ഞങ്ങൾ നാളുകളായി ചർച്ചകൾ പലതും നടത്തിയതാണ്. പാംബ്ലാനി പിതാവ് ഇപ്പോ പറഞ്ഞ ജൂലൈ മാസം 1-ാം തീയതി ഇറങ്ങിയ സർക്കുലർ, ആ സർക്കുലറിൽ പാംബ്ലാനി പിതാവ് വായിച്ച വാചകം മാത്രമല്ല ഉണ്ടായിരുന്നത്. ആ സർക്കുലറിൽ മറ്റു പല എഗ്രിമെന്റുകളും ഉണ്ടായിരുന്നു. ആ എഗ്രിമെന്റുകളെല്ലാം വയലേറ്റ് ചെയ്തുകൊണ്ട് ആ സർക്കുലറിൽ നിന്ന് പിന്മാറിപ്പോയത് ഇതേ സിനഡും ഇതേ ബിഷപ്പുമാരും തന്നെയാണ്. ഞങ്ങളല്ല പിന്മാറിയത്. ഞങ്ങൾ ആ സർക്കുലർ ഇറങ്ങുന്നതിന് മുമ്പ് എറണാകുളം അങ്കമാലി അതിരൂപതയിലെ ഒരു പള്ളിയിൽ പോലും സിനഡ് കുർബാന ഉണ്ടായിരുന്നില്ല എന്നിരിക്കെ ആ സർക്കുലർ ഇറങ്ങിയതിന് ശേഷം എറണാകുളം അങ്കമാലി അതിരൂപതയിൽ 3 ആഴ്ച കൊണ്ട് 130 പള്ളികളിൽ സിനഡ് കുർബാന തുടങ്ങിയവരാണ് ഞങ്ങൾ. അത്രയും കഷ്ടപ്പെട്ട് അത് ചെയ്തിട്ട് അതിൽ നിന്ന് പിന്നാക്കം പോയി ആ സർക്കുലറിനെ അട്ടിമറിക്കാൻ ശ്രമിച്ചത് ബോധപൂർവമാണ്. ഈ ബിഷപ്പ് ബോസ്കോ പുത്തൂർ
ആ സർക്കുലറെ അട്ടിമറിക്കാൻ വേണ്ടിയിട്ട് വളരെ കൃത്യമായ ആസൂത്രിതമായ ചില പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പാക്കി എന്ന് തന്നെയാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. നിങ്ങൾ മറ്റൊരു കാര്യം മനസ്സിലാക്കണം. അപ്പൊ ഞങ്ങളുടെ കയ്യിലുള്ള രേഖകൾ പ്രകാരം ബിഷപ്പ് ബോസ്കോ പുത്തൂർ 2024 സെപ്റ്റംബർ മാസത്തിൽ റെസിഗ്നേഷൻ കൊടുത്തതാണ്, രാജി സമർപ്പിച്ചതാണ്. ആ രാജി 2024 നവംബർ മാസത്തിൽ മാർപ്പാപ്പ അംഗീകരിച്ചതാണ്. മാർപ്പാപ്പ രാജി അംഗീകരിച്ചു കഴിഞ്ഞാൽ പിന്നെ ആ ബിഷപ്പ് ഒരു നാമമാത്ര ബിഷപ്പ് മാത്രമാണ് ഞങ്ങളുടെ നിയമപ്രകാരം. ആ ബിഷപ്പിന് നിർണായക വിഷയങ്ങളിൽ തീരുമാനമെടുക്കാനുള്ള അധികാരമില്ല. അങ്ങനെ അധികാരമില്ലാതിരുന്നിട്ട് പോലും ഈ ബിഷപ്പ് നിർണായകമായ സസ്പെൻഷൻ ഓർഡറുകൾ അടക്കമുള്ള പല ഉത്തരവുകളും പുറപ്പെടുവിച്ചു. അയാൾ ചെയ്തത് വലിയ അധികാര ദുർവിനിയോഗമാണ്. ആ ബിഷപ്പിന് തന്റെ രാജി മാർപ്പാപ്പ സ്വീകരിച്ചു എന്നറിഞ്ഞുകൊണ്ട് തന്നെ ഇന്നലെ കേരളത്തിലെ സർക്കാരിനെയും കേരളത്തിലെ പോലീസിനെയും വഞ്ചിച്ചുകൊണ്ട് വലിയൊരു പോലീസ് ആക്ഷന് പുള്ളി റിക്വസ്റ്റ് ചെയ്തു. നിങ്ങൾ ആലോചിച്ച് നോക്കണം, ഇവിടെ ഈ അതിരൂപതയിൽ കലാപം ഉണ്ടാക്കാൻ വേണ്ടി ഈ ബിഷപ്പും ഈ 4 കൂരിയ അംഗങ്ങളും ചേർന്ന് അതിശക്തമായ ഗൂഢാലോചന നടത്തുകയായിരുന്നു. ആ ഗൂഢാലോചനയുടെ അനന്തരഫലമാണ് ഈ ബിഷപ്പിന്റെ രാജി വത്തിക്കാൻ സ്വീകരിച്ചുവെന്ന് ബിഷപ്പിന് നേരത്തെ അറിയാം. രാജി സ്വീകരിച്ചു കഴിഞ്ഞാൽ ബിഷപ്പ് വെറും നാമമാത്രമായ ഒരു ബിഷപ്പ് മാത്രമാണ്. പുതിയൊരു ബിഷപ്പ് ചാർജ് എടുക്കുന്നത് വരെ നാമമാത്രമായ ഒരു നെയിം സേക്ക് ബിഷപ്പാണ്. ആ നെയിം സേക്ക് ബിഷപ്പാണ് ഇന്നലെ ഇവിടുത്തെ വൈദികരെ, അയാൾ ഇറങ്ങി പോകുന്നതിന് മുമ്പ് വൈദികർക്കെതിരെ ക്രൂരമായ ആക്രമണം നടത്തണമെന്ന് അദ്ദേഹത്തിന്റെ മനസ്സിനകത്തുള്ള ദുഷ്ടചിന്തയാണ് പുറത്തു വന്നത്. അദ്ദേഹം ഇന്നിറങ്ങി പോവാണ്. ഇന്നലെ അദ്ദേഹം ഇറങ്ങി പോകുന്നതിന് മുമ്പ് ഈ വൈദികർക്കിട്ട് പണി കൊടുക്കണം, വൈദികരെ ക്രൂരമായി ആക്രമിക്കണമെന്ന ദുഷ്ടചിന്ത ഈ ബിഷപ്പ് ബോസ്കോ പുത്തൂരിന്റെ പിന്നിലുണ്ടായിരുന്നു. അതിന് കേരള സർക്കാരിനെയും ആഭ്യന്തര മന്ത്രാലയത്തെയും ഈ പോലീസിനെയും അദ്ദേഹം കബളിപ്പിച്ചു എന്ന് വേണം മനസ്സിലാക്കാൻ. ഗുരുതരമായ കാര്യമാണ് അദ്ദേഹം ചെയ്തത്. എന്തായാലും ബോസ്കോ പുത്തൂർ ചുമതല ഒഴികയാണ്. ഒരു കാര്യം കൂടി, ഈ ജോസഫ് പാംബ്ലാനി പറയുന്നത് നേരത്തെ ഈ ഏകീകൃത കുർബാനയ്ക്ക് നൽകിയിരുന്ന ഒരു ഇളവുണ്ട്, ആ ഇളവ് അതേപടി തുടരുമെന്ന കാര്യം അദ്ദേഹം ആവർത്തിക്കുന്നുണ്ട്. ആ നിലപാടുകൾ സ്വീകാര്യമാണോ? ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇനി ഏകീകൃത കുർബാന എന്ന് പറയണമെന്ന് ഞങ്ങളുടെ മുമ്പിൽ ഒരു വിഷയമല്ല. ഞങ്ങൾ വി ആർ ലീസ്റ്റ് ബോതേർഡ്. ഇപ്പൊ ഏകീകൃത കുർബാനയുടെ വിഷയത്തിലൊക്കെ ഞങ്ങൾ സംസാരിക്കണമെന്നുണ്ടെങ്കിൽ അതിനു മുമ്പ് തീർക്കേണ്ട ഒത്തിരി വിഷയങ്ങളുണ്ട്. ആ വിഷയങ്ങളൊക്കെ തീരാതെ ഇനി ഏകീകൃത കുർബാന എന്നൊന്നും പറഞ്ഞ് പാംബ്ലാനി പിതാവല്ല ഒരു പിതാവും കൂടെ പറയണ്ട. ഇറ്റ് ഈസ് ഇംപോസിബിൾ. അപ്പൊ ഇളവ് തന്നു, ഞങ്ങളെ സഹായിച്ചു, ആ വക ധാരണകളും വർത്തമാനങ്ങൾക്കൊന്നും ഒരർത്ഥമില്ല. അതിന്റെ ഇപ്പൊ അതിനെക്കുറിച്ചൊന്നും സംസാരിക്കാൻ പറ്റിയ സമയത്തിലല്ല, മൂഡിലല്ല ഞങ്ങൾ. ഓക്കെ. ഷൈജു ആന്റണിയാണ് അൽമായ മുന്നേറ്റ പ്രതിനിധി. ഷൈജു ആന്റണിയാണ് സംസാരിച്ചത്. ഡാനി ഇപ്പോൾ തുടരുന്നുണ്ട്. ഡാനി, ജോസഫ് പാംബ്ലാനി സ്വീകരിക്കാൻ പോകുന്ന നയതന്ത്രം എന്താ എന്ന കാര്യത്തിൽ വ്യക്തത ഉണ്ടായിട്ടുണ്ട്. അദ്ദേഹം മാധ്യമങ്ങളെ കണ്ട ചില കാര്യങ്ങളിൽ വ്യക്തത വരുത്തി. പക്ഷേ ഇപ്പോൾ അവിടെ ഉണ്ടായിരിക്കുന്ന സംഘർഷ രംഗങ്ങൾക്ക് അയവ് വരണമെങ്കിൽ 2 കാര്യങ്ങളാണ്. ഒന്ന്, ജോസഫ് പാംബ്ലാനി നേരിട്ട് തന്നെ ചർച്ചയ്ക്ക് എത്തണമെന്ന് ഈ അൽമായ മുന്നേറ്റം നിലപാടെടുക്കുന്നുണ്ട്. അങ്ങനെയെങ്കിൽ കളക്ടർ നടത്താൻ പോകുന്ന ചർച്ച ഫലം കാണുമോ? ആ ഒരു സംശയമുണ്ടോ?